ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 ടുവാർഡ്സ് സസ്റ്റൈനബിലിറ്റിയിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ സ്റ്റോക്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിസോഴ്സസ്? റിസോഴ്സസിന്റെ കോണ്ടെക്സ്റ്റിൽ സ്റ്റോക്സ് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എൻവിറോൺമെന്റിലുള്ള മെറ്റീരിയൽസ് ആണ്. ഇത് നമുക്ക് കൂടുതൽ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ടെക്നോളജി, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സ്റ്റോക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ പറയുന്നത് എനർജിന്റെ റിച്ച് സോഴ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റാത്തതുകൊണ്ട് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നതിനെ നമ്മൾ സ്റ്റോക്ക് ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Stocks are materials in the environment that have the potential to satisfy human needs but cannot be used yet. This is because we do not have the appropriate technology to access or utilize them. For example, hydrogen can be a rich source of energy. However, we currently lack the advanced technology to use it widely, so it is considered a stock. Question: what are reserves in the context of resources? റിസോഴ്സസിന്റെ കോണ്ടെക്സ്റ്റിൽ റിസർവ്സ് പറഞ്ഞാൽ എന്താണ്? റിസർവ്സ് എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ സബ്സെറ്റ് ആണ്. നമ്മുടെ നിലവിലുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ റിസർവ്സിനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുവരെ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഫ്യൂച്ചർ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. റിസർവ്സ് ആർ എ സബ്സെറ്റ് ഓഫ് എ സ്റ്റോക്ക്. ദേ ക്യാൻ ബി പുട്ട് ഇൻ ടു യൂസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ടെക്നോളജി. However, their use has not been started yet. These are kept for meeting future requirements. Question: what are international resources? Give an example. International resources പറഞ്ഞാൽ എന്താണ്? അതിനൊരു ഉദാഹരണം എഴുതുക. ഇന്റർനാഷണൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ കൺട്രിക്ക് ബിലോങ് ചെയ്യാത്ത റിസോഴ്സസ് ആണ്. അപ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്കണോമിക് സോണിന്റെ 200 മൈൽസ് അപ്പുറത്തുള്ള ഓഷ്യാനിക് റിസോഴ്സസ് ഒക്കെ വന്നിട്ട് ഓപ്പൺ ഓഷ്യന് ഇൻക്ലൂഡഡ് ആയത് അല്ലെങ്കിൽ ബിലോങ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിസോഴ്സസ് ഒരു കൺട്രിക്ക് യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എഗ്രിമെന്റ് വേണം. അതില്ലാതെ ഈ ഒരു ഓപ്പൺ ഓഷ്യനിലുള്ള റിസോഴ്സസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ ആൻസർ എഴുതാൻ നോക്കാം. International resources are resources that do not belong to any individual country. They are regulated by international institutions. For example, the oceanic resources beyond 200 nautical miles of the exclusive economic zone belong to the open ocean. No single country can use these resources without the agreement of international institutions. Question: what is the main ore of aluminium? അലുമിനിയത്തിന്റെ മെയിൻ ഓറ് എന്താണ്? ഇപ്പൊ അലുമിനിയത്തിന്റെ മെയിൻ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. ഇപ്പൊ ബോക്സൈറ്റ് എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്സ് ആണ്. ഇതിനകത്ത് അലുമിനിയം കണ്ടന്റ് ആണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു അലുമിനിയം ബോക്സൈറ്റിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ട പ്രോസസ്സിലൂടെയാണ്. അപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബോക്സൈറ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ദ മെയിൻ ഓർ ഓഫ് അലുമിനിയം ഈസ് ബോക്സൈറ്റ്. Bauxite is a sedimentary rock with a relatively high aluminium content. Aluminium is extracted from bauxite through a complex process. Australia is one of the world's largest producers of bauxite. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: name two conventional energy sources. രണ്ട് കൺവെൻഷണൽ എനർജി സോഴ്സസിന് നെയിം ചെയ്യുക. കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കാലകാലങ്ങളായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഴ്സസുകളാണ്. അപ്പൊ ഇത് നോൺ റിന്യൂവബിൾ ആണ്. അപ്പൊ രണ്ട് മെയിൻ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ് കോളും പെട്രോളിയം. ഇത് രണ്ടും ഫോസിൽ ഫ്യൂവൽസുകളാണ്. അപ്പൊ ഈ ഫോസിൽ ഫ്യൂവൽസിൽ വന്നിട്ട് നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ആണെങ്കിലും ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന മേജർ സോഴ്സസും കൂടിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Conventional energy sources are those that have been in common use for a long time. They are generally non-renewable. The two main conventional energy sources are coal and petroleum. These fossil fuels are the primary sources of energy globally
but also major sources of pollution. Question. Name two non-conventional energy sources. രണ്ട് non-conventional energy sourcesനെ കുറിച്ച് നെയിം ചെയ്യുക. ഇപ്പൊ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയ സോഴ്സസ് ഓഫ് എനർജിയാണ്. അപ്പൊ ഇത് റിന്യൂവബിളും ആണ്, അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയും ആണ്. അപ്പൊ ഇതുപോലത്തെ രണ്ട് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് സോളാർ എനർജിയും അതുപോലെ തന്നെ വിൻഡ് എനർജിയാണ്. പിന്നെ മറ്റ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി, അതുപോലെ തന്നെ ബയോ എനർജി ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Non-conventional energy sources are newer sources of energy that are considered alternatives to fossil fuels. They are generally renewable and eco-friendly. Two major non-conventional energy sources are solar energy and wind energy. Others include tidal energy, geothermal energy, and bioenergy. Question. How is solar energy harnessed? സോളാർ എനർജി എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അപ്പൊ സോളാർ എനർജി നമുക്ക് സണ്ണിന്റെ റേസിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജി ലഭിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടേക് സെൽസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ സൺലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് സോളാർ തെർമൽ ക്യാപ്ചർ ആണ്. അപ്പൊ ഇവിടെ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് ഫ്ലൂയിഡ് ഹീറ്റ് ചെയ്യുന്നു. ഈ ഫ്ലൂയിഡ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇതുപോലെ ജനറേറ്റ് ചെയ്ത എനർജീനെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാറ്ററീസിൽ സ്റ്റോർ ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സോളാർ എനർജി ഈസ് ഹാർനസ്ഡ് ഫ്രം ദ സൺസ് റേസ്. One common method is using photovoltaic cells which directly convert sunlight into electricity. Another method is solar thermal capture, where sunlight is used to heat a fluid which then produces steam to generate electricity. The energy can be used immediately or stored in batteries. Question. What is geothermal energy? Geothermal energy പറഞ്ഞാൽ എന്താണ്? ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് എർത്തിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ഹീറ്റ് എനർജിയാണ്. അപ്പൊ ഈ ഒരു ഹീറ്റ് സർഫസിലോട്ട് എത്തുന്നത് ഹോട്ട് വാട്ടർ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റീം ആയിട്ടോ ആയിരിക്കും. ഈ സ്റ്റീം യൂസ് ചെയ്തിട്ട് വലിയ ടർബൈൻസ് ഒക്കെ ടേൺ ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഈ ജിയോ തെർമൽ എനർജി പറയുന്നത് ക്ലീനും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ സോഴ്സ് ഓഫ് എനർജിയും കൂടിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Geothermal energy is the heat energy that comes from within the earth. This heat is brought to the surface in the form of hot water or steam, such as in gases. This steam can be used to turn turbines and generate electricity. It is a clean and sustainable source of energy. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question. What is bioenergy? Bioenergy പറഞ്ഞാൽ എന്താണ്? അപ്പൊ ബയോ എനർജി എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി ആണ്. ഇത് വന്നിട്ട് ഡിറൈവ് ചെയ്ത് വരുന്നത് ബയോമാസ് എന്ന് പറയുന്ന ഓർഗാനിക് മാറ്ററിൽ നിന്നാണ്. അപ്പൊ ഇതിനകത്ത് അഗ്രികൾച്ചറൽ വേസ്റ്റ് ഉണ്ടാവാം, അനിമൽ മാനുവർ ഉണ്ടാവാം, അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ബയോമാസിനെ നമുക്ക് ബേൺ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്തനോൾ പോലെയുള്ള ബയോ ഫ്യൂവൽസിലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വേസ്റ്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എൻവിറോൺമെന്റൽ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ബയോ എനർജി is a type of renewable energy derived from organic matter known as biomass. This can include agricultural waste, animal manure, and municipal solid waste. Biomass can be burned directly to produce heat or converted into biofuels like ethanol. It helps in waste management and reduces environmental pollution. Question. What is the importance of Cochin International Airport in the context of solar energy? സോളാർ എനർജിയുടെ കോണ്ടെക്സ്റ്റിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പൊ കേരളത്തിലുള്ള കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ലോകത്തിൽ തന്നെ ഫുള്ളി പവേർഡ് ആയിട്ടുള്ള സോളാർ എനർജി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് എയർപോർട്ട്. ഈ ഒരു അച്ചീവ്മെന്റ് എന്താ ഷോ ചെയ്യുന്നത് വെച്ചാൽ ക്ലീനും റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി യൂസ് ചെയ്തിട്ട് ഒരു ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ റൺ ചെയ്യാൻ പറ്റുമെന്നാണ്. അത് മാത്രമല്ല കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വന്നിട്ട്
മറ്റ് എയർപോർട്ട്സിനും അതുപോലെ തന്നെ വേൾഡ് വൈഡിലുള്ള ലാർജ് ബിസിനസ്സസിനും ഒരു മോഡലായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Cochin International Airport in Kerala is a global leader in the use of solar energy. It is the first airport in the world to be fully powered by solar energy. This achievement shows that large-scale infrastructure can run entirely on clean, renewable energy. It serves as a model for sustainable practices for other airports and large businesses worldwide. Question: Where is the world's largest coal mine located? ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കോൾ മൈൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കോൾ മൈൻ എന്ന് പറയുന്നത് നോർത്ത് ആന്റിലോപ്പ് റോഷൽ മൈൻ ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ വ്യോമിംഗ് റിവർ ബേസിനകത്താണ്. അപ്പോൾ ഈ ഒരു മൈനിന് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോ സൾഫർ കോൾ ആണ്. അപ്പോൾ ഇതൊരു ലാർജ് ഏരിയയെ കവർ ചെയ്യുന്ന ഒരു സർഫസ് മൈനാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The largest coal mine in the world is the North Antelope Rochelle mine. It is located in the Powder River Basin of Wyoming in the United States of America. The mine produces low sulfur subbituminous coal. It is a surface mine covering a very large area. Subscribe to this channel for more videos like this. Question: Why is hydrogen considered a clean fuel? എന്തുകൊണ്ടാണ് ഹൈഡ്രജനെ ഒരു ക്ലീൻ ഫ്യൂവൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പോൾ ഹൈഡ്രജൻ വന്നിട്ട് ഫ്യൂവൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അതായത് മറ്റു ഫോസിൽ ഫ്യൂവൽസിൽ പോലെ ക്ലൈമറ്റ് ചേഞ്ചിനും എയർ പൊല്യൂഷനും ഒക്കെ കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ മറ്റ് പൊല്യൂട്ടൻസോ ഒന്നും ഇത് റിലീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എൻവിറോൺമെന്റിനെ ഹാം ചെയ്യാതെ തന്നെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ മറ്റു എക്കണോമിക് ആക്ടിവിറ്റീസിനും ഈ ഹൈഡ്രജൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹൈഡ്രജൻ ഈസ് കൺസിഡേർഡ് എ ക്ലീൻ ഫ്യൂവൽ ബിക്കോസ് ഇറ്റ്സ് ഓൺലി ബൈ പ്രൊഡക്റ്റ് വെൻ യൂസ്ഡ് ഇൻ എ ഫ്യൂവൽ സെൽ ഈസ് വാട്ടർ. Unlike fossil fuels, it does not release carbon dioxide or other pollutants that cause air pollution and climate change. This makes hydrogen a very promising energy source for the future. It can be used in transportation and other economic activities without harming the environment. Question: What is geyser? Geyser പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഗെയ്സർ എന്ന് പറയുന്നത് നാച്ചുറലി ഉണ്ടാകുന്ന ഹോട്ട് സ്പ്രിംഗ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ സ്റ്റീം ആയിരിക്കും പുറന്തള്ളുന്നത്. ഈ ഒരു ഇറപ്ഷൻ വന്നിട്ട് അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടർ വന്നിട്ട് എർത്തിനകത്തുള്ള ഹോട്ട് റോക്സുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്താണ് നടക്കുന്നത്. USA യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിനകത്താണ് കൂടുതൽ ഗെയ്സേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഗെയ്സേഴ്സിൽ നിന്ന് വരുന്ന ഹീറ്റ് പറയുന്നത് ജിയോ തെർമൽ എനർജിന്റെ ഫോമിലായിട്ടായിരിക്കും. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A geyser is a natural hot spring that periodically erupts, throwing a column of hot water and steam into the air. These eruptions are caused by underground water coming into contact with hot rocks deep within the earth. Yellowstone National Park in the USA is famous for having many geysers, including the famous Old Faithful. The heat from geysers is a form of geothermal energy. Question: What is the significance of December 14th? ഡിസംബർ 14th സിഗ്നിഫിക്കൻസ് എന്താണ്? ഡിസംബർ 14th ഇന്ത്യയിൽ വന്നിട്ട് നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഒരു ഡേയുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ എനർജി സേവ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ഒരു അവയർനെസ് റൈസ് ചെയ്യുക എന്നാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എനർജി കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി സിസ്റ്റത്തിൻ്റെ യൂസ് പ്രൊമോട്ട് ചെയ്യുവാനുമാണ്. ഇത് നമ്മുടെ റിസോഴ്സസ് കൺസർവ് ചെയ്യാനും അതുപോലെ തന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഡിസംബർ 14th is observed as National Energy Conservation Day in India. The day aims to raise awareness about the importance of saving energy. It highlights the need to reduce energy consumption and promote the use of efficient energy systems. This helps in conserving resources and protecting the environment. Question: Who said the world has enough for everyone's need but not enough for everyone's greed? ലോകത്ത് എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ളതുണ്ട്, പക്ഷെ എല്ലാവരുടെയും അത്യാഗ്രഹത്തിനുള്ളത് ഇല്ല. ഇത് പറഞ്ഞത് ആരാണ്? അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മറ്റാരും അല്ല, ഗാന്ധിജിയാണ്. അപ്പൊ ഇതിനകത്ത്
സിമ്പിൾ ലിവിങ്ങിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ എക്സസീവ് കൺസംഷന്റെ ഡേഞ്ചറുമാണ് എംഫസൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോട്ട് എന്ത് സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ എൻവിറോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് പാവങ്ങളുടെ ആവശ്യങ്ങൾ മൂലമല്ല, മറിച്ച് പണക്കാരുടെ അത്യാഗ്രഹം മൂലമാണെന്നാണ്. അപ്പൊ ഇതൊരു പവർഫുൾ റിമൈൻഡർ ആണ്. അതായത് സസ്റ്റൈനബിളിന്റെ ആവശ്യതയും അതുപോലെ റിസോഴ്സസ് ഈക്വൽ ആയിട്ട് യൂസ് ചെയ്യണം എന്നതിന്റെയും ഒരു പവർഫുൾ റിമൈൻഡർ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ദിസ് ഫേമസ് കോട്ട് ഈസ് ആട്രിബ്യൂട്ടഡ് ടു മഹാത്മാ ഗാന്ധി. It emphasizes the importance of simple living and the dangers of excessive consumption. The quote suggests that environmental problems are not caused by the needs of the poor but by the greed of the rich. It serves as a powerful reminder for the need for sustainable and equitable use of resources. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.